Hi students, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റംസ് ആണ്. അതിന്റെ ജസ്റ്റ് പാർട്ട് 1 ആണ്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്പർ സിസ്റ്റം പറയുമ്പോൾ ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്, പിന്നെ അതായത് അതിൽ ബേസിക് ആയിട്ടുള്ള ഏറ്റവും 4 മെയിൻ ടൈപ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് റെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ കണ്ടിന്യൂ ചെയ്യും. സോ ലെറ്റ് us start. So, types of numbers ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. Basically ഏതൊക്കെ types of numbers are there? Natural numbers represented by capital N, whole numbers capital W, integers capital Z, rational numbers capital letter Q. അപ്പോൾ ഈ നൊട്ടേഷൻസ് എല്ലാം നിങ്ങൾ കെയർഫുൾ ആയി പഠിച്ചിരിക്കാൻ വേണം, കാരണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണെങ്കിലും നൊട്ടേഷൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, സോ ഫ്രം N യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് that represents natural numbers. അങ്ങനെ അപ്പോൾ N, W, Z, Q. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു പിക്ചർ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് റിയൽ നമ്പേഴ്സ് ആണ് ഈ ഹോൾ റെക്ടാംഗിളിനെ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ റിയൽ നമ്പേഴ്സ് ആണ് ഏറ്റവും, അതായത് റിയൽ നമ്പേഴ്സിലാണ് ബാക്കി എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, ഇതെല്ലാം കൂടി ഇൻക്ലൂസീവ് ആയിട്ട് പറയുന്നതാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. നെക്സ്റ്റ് കംസ് ദ ഹോൾ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൽ ജസ്റ്റ് ഒരു വാല്യൂ 0 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, ആ നമ്പറും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ഇറ്റ് ബിക്കംസ് ഹോൾ നമ്പർ സെറ്റ്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ 0 മുതൽ ഇൻഫിനിറ്റി വരെ 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി, അതാണ് ഹോൾ നമ്പേഴ്സ്. നെക്സ്റ്റ് കംസ് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലസ് ആൻഡ് മൈനസ് വാല്യൂസ്, ഓൾ വാല്യൂസ് ആർ ഇൻക്ലൂഡഡ്. ഓക്കെ, ഫ്രാക്ഷൻസ് പറ്റില്ല, അതായത് പ്ലസ് ഓർ മൈനസ് വാല്യൂസ് -8, 4, -3, 0 ആ വാല്യൂസ് എല്ലാം, അതായത് ഇൻക്ലൂഡിംഗ് 0 ഓൾസോ, അതാണ് ഇൻഡിജേഴ്സ്. നെക്സ്റ്റ് കംസ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/Q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. വേർ P and Q ആർ ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സ് നമുക്കറിയാം പ്ലസ് ഓർ മൈനസ് നമ്പേഴ്സ് ആണ് അല്ലെ, വാല്യൂസ് ആണ്. പക്ഷെ വേറൊരു കണ്ടീഷൻ എന്താണ്? P/Q എന്ന് ഫോമിൽ റെപ്രസെന്റ് ചെയ്താലും Q എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ആണ് അല്ലെ, ദാറ്റ് മസ്റ്റ് നോട്ട് ബി 0. അപ്പൊ Q must not be equal to 0. അതാണ് നമുക്ക് ഒരു കണ്ടീഷൻ ഉള്ളത്. സോ P/Q ഫോമിൽ Q not equal to 0, അതാണ് റാഷണൽ നമ്പേഴ്സിൽ വരിക. എക്സാമ്പിൾ 8/3, 5/6, 1.5, 3.78, 6/9. ഈ പോയിന്റ് ഉള്ള വാല്യൂസ് പറയാൻ കാരണം എന്താ? കാരണം ഈ P/Q എന്ന് പറയുന്നത് 5/6 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ഇതേപോലെ നമുക്ക് വാല്യൂല് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അല്ലെ, ഡെസിമൽ പോയിന്റോട് കൂടി. സോ അതുകൊണ്ടാണ് ഈ വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞത്. നെക്സ്റ്റ് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? റാഷണൽ നമ്പേഴ്സിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ്, അതാണ് ഇറാഷണൽ. ദാറ്റ് ഇസ് P/Q ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ചില നമ്പേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ -√6, √31, -√2, √5. ഈ നമ്പേഴ്സിനൊന്നും ഒരിക്കലും നമുക്ക് P/Q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫൈനലി റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ ദീസ് നമ്പേഴ്സ് ആർ ഇൻക്ലൂഡഡ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? സോ നാച്ചുറൽ നമ്പേഴ്സ് N ആണ്, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. Whole numbers W starting from 0 up to infinity. Next integers Z, that is all plus or minus values, അതായത് minus infinity മുതൽ plus infinity വരെ, that is -2, -1, 0, 1, 2 all etc ആണ് കേട്ടോ, starting from etc എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Next rational numbers Q, that is numbers that can be expressed in P/Q form, where P and Q are integers and Q is not equal to 0. Example -2/11, 7/9 etc. നെക്സ്റ്റ് നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു യൂണീക്ക് റെപ്രസെന്റേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു, പക്ഷെ എപ്പോഴും ഒരു യൂണീക്ക് റെപ്രസെന്റേഷൻ ആയിരിക്കില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3/2 എന്ന് പറയുന്ന റാഷണൽ നമ്പർ, അത് റാഷണൽ നമ്പർ അല്ല, P/Q ഫോം ആണ്, Q not equal to 0 ആണ്. ആ ഒരു നമ്പറിന്, ആ ഒരു റാഷണൽ നമ്പറിനെ നമുക്ക് അഗെയിൻ ഡിഫറെന്റ് ഫോംസിൽ റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ 2 ചെയ്യാം. അപ്പൊ നമുക്ക് ആ റാഷണൽ നമ്പറിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. സോ 3 × 2/2 × 2 എന്താ വരിക? 6/4. അഗെയിൻ നമ്മളിപ്പോൾ ഈ 3/2നെ × 10 ചെയ്യാം, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ. സോ 30 / 20.
ആൻഡ് സോ ഓൺ അല്ലേ. അപ്പോൾ ഒരു റാഷണൽ നമ്പറിന് ജസ്റ്റ് ഒറ്റൊരു യൂണിക് റെപ്രസെൻറ്റേഷൻ അല്ല ഉള്ളത്, ഒരുപാട് ഫോംസിൽ. ഇതേപോലെ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീനെയും ക്യൂനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ ആ വാല്യൂന് ഒരു മാറ്റം വരുന്നില്ല, ബട്ട് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ഇതുപോലെ ഡിഫറെൻറ്റ് ഫോംസ്. These are called equivalent rational numbers of fractions. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഇപ്പോൾ 3/2 എന്ന് പറയുന്ന റാഷണൽ നമ്പറിനെ നമ്മൾ ഡിഫറെൻറ്റ് വേസിൽ എക്സ്പ്രസ് ചെയ്തെങ്കിലും ആ ഡിഫറെൻറ്റ് നമ്പേഴ്സ്, അതായത് 6/4, 30/20 എക്സെട്ര, ആ നമ്പേഴ്സിനെ, ആ റാഷണൽ നമ്പേഴ്സിനെ പറയുന്ന പേരെന്താണ്? ഈക്വലന്റ് റാഷണൽ നമ്പേഴ്സ്. കാരണം 3/2ന് ഈക്വലന്റ് ആയിട്ടാണ് ഈ 6/4ഉം 30/20 എക്സെട്ര ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈക്വലന്റ് റാഷണൽ നമ്പേഴ്സ് എന്നും പറയാം, അല്ലെങ്കിൽ ഈക്വലന്റ് ഫ്രാക്ഷൻസ് എന്നും പറയാം. നെക്സ്റ്റ് നമ്മളൊരു റാഷണൽ നമ്പർ, ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, R and S. R and Sന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള റാഷണൽ നമ്പർ കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, രണ്ട് രീതിയിലും നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് മെത്തേഡിൽ ജസ്റ്റ് ആഡ് ബോത്ത് ദ നമ്പേഴ്സ്, അതായത് ആറും എസും ആഡ് ചെയ്യാം, എന്നിട്ട് ആ സമ്മിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഇസ് R+S/2 ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, എന്തായാലും ഈ നമ്പർ എന്തായിരിക്കും? ആറിൻ്റെയും എസിൻ്റെയും ഇൻ ബിറ്റ്വീൻ വാല്യൂ ആയിരിക്കും. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, അപ്പോൾ അതാണ് ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ അത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ റാഷണൽ നമ്പേഴ്സ് ഇൻ ഡീപ്പായിട്ട് കണ്ടുപിടിക്കും. ഞാൻ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നെക്സ്റ്റ് മെത്തേഡാണ് ഫൈൻഡ് ഓൾ നമ്പേഴ്സ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് തിയറി പോലെ പറഞ്ഞു പോയാലും ക്ലിയർ ആവില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. മെത്തേഡ് 2ൽ ജസ്റ്റ് ഒറ്റൊരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എല്ലാം റാഷണൽ നമ്പേഴ്സ്, ഇപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയിലുള്ള എല്ലാം റാഷണൽ നമ്പേഴ്സും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. അതായത് 2 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 2 and 3 നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് മെത്തേഡ് പറഞ്ഞില്ലേ, അത് ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് അല്ല പറഞ്ഞുള്ളൂ, അതായത് ജസ്റ്റ് ഒരു സെൻറ്റൻസിൽ മെൻഷൻ ചെയ്തുള്ളൂ. അതെന്താ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രോബ്ലംസിലും ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ജസ്റ്റ് നമുക്ക് ഒരു റാൻഡം ആയിട്ട് രണ്ട് റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 2 and 3 കണ്ടുപിടിക്കാം, മെത്തേഡ് 2 വെച്ചിട്ട്. അപ്പോൾ റൈറ്റ് 2 and 3 ആസ് റാഷണൽ നമ്പേഴ്സ് വിത്ത് ഡിനോമിനേറ്റർ ഇസ് ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ 2ഉം 3 ആണ് രണ്ട് നമ്പേഴ്സ് തന്നിരിക്കണം, അതിൻ്റെ ബിറ്റ്വീൻ ഉള്ള റാഷണൽ നമ്പേഴ്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാം. 2ഉം 1ഉം അല്ല, സോ 2 + 1, അതായത് 3 ആണ് കിട്ടുക. ഈ 3 എന്തായിട്ട് എഴുതണം? അതായത് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് ഇല്ലേ, അതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് കൊടുക്കണം. സോ ഈ 6 എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ 6/3 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ഡിനോമിനേറ്റർ 3 ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പോകണം. അതെങ്ങനെ ചെയ്യാം? 2 is equal to, അതായത് തന്നിരിക്കുന്ന നമ്പർ 2 ആണ് ഒരു നമ്പർ, അതിനെ ഇതേപോലെ ഡിവൈഡഡ് ബൈ 3 ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ മുകളിലും താഴെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 2 × 3 ഡിവൈഡഡ് ബൈ, ഓൾറെഡി ഇപ്പോൾ 2ന്റെ ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല, 1 ആണ് അല്ലേ. 2 എന്ന് പറയുന്നത് 2/1 ആണ്. സോ നമുക്ക് ഡിനോമിനേറ്റർ 3 ആക്കണമെങ്കിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 2 / 1 ആണ് നമ്മുടെ നമ്പർ, ഇൻറ്റു 3/3 ചെയ്യാം. സോ വി ഗെറ്റ് 6/3. ക്ലിയർ ആയല്ലോ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, 6/3. നെക്സ്റ്റ് നമ്പർ ഏതാ? 3 ആണ്. 3നെ ഇതേപോലെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ 3 എന്ന് പറയുന്നത് 3/1 ആണ്. സോ ഡിനോമിനേറ്റർ 3 ആക്കണമെങ്കിൽ ഇൻറ്റു 3, മുകളിലും ഇൻറ്റു 3 കൊടുക്കുക. ദാറ്റ് ഇസ് 9/3. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണ് ഈ 9/3 കിട്ടിയത്. അപ്പോൾ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിനെയും ആദ്യം തന്നെ നമ്മൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുക. ആ വാല്യൂ ആയിരിക്കണം ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആ സെയിം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയത്, ഇപ്പോൾ 2 and 3നെ നമ്മൾ എന്താ എക്സ്പ്രസ് ചെയ്തത്? 6/3ഉം 9/3. ഇനി ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയിലുള്ള രണ്ട് റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഒന്നും ചെയ്യണ്ട, നമുക്കിപ്പോൾ 6/3 ആൻഡ് ഇപ്പോൾ നമുക്ക് 6/3 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ, ആൻഡ് 9/3. ഇനി ഇതിൻ്റെ ഇടയിൽ രണ്ട് റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിനെ 1 കൊണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ 6 + 1 എത്രയാ? 7 കിട്ടും. അഗെയിൻ നെക്സ്റ്റ് നമ്പർ കിട്ടാൻ, അപ്പോൾ ഇവിടെ 7/3 കിട്ടി. ഡിനോമിനേറ്റർ സെയിം ആണ്, ശ്രദ്ധിക്കണം. ഇനി 7 + 1 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ അടുത്ത നമ്പർ കിട്ടി. (8/3). ഇപ്പോൾ രണ്ട് റാഷണൽ നമ്പേഴ്സ് കിട്ടിയല്ലോ. അതായത്
6/3 9/3 ഇടയിലുള്ള രണ്ട് റാഷണൽ നമ്പേഴ്സ് എങ്ങനെ കാണാം? 6/3 6 ന്യൂമറേറ്റർ ആണ്, അതിന്റെ കൂടെ 1 ആഡ് ചെയ്യാം, അപ്പൊ നെക്സ്റ്റ് നമ്പർ കിട്ടും, അതായത് 7/3 കിട്ടും. അത് വേറൊരു റാഷണൽ നമ്പർ കിട്ടും ഇൻ ബിറ്റ്വീൻ ഉള്ളത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ദെൻ 7/3 7 + 1 കൊടുത്താൽ 8/3. അപ്പൊ നമുക്ക് രണ്ട് റാഷണൽ നമ്പേഴ്സ് ഏതൊക്കെ കിട്ടാം? 7/3 8/3. നെക്സ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, there are infinitely many rational numbers between any two given rational numbers. ഇപ്പൊ നമ്മൾ 2ന്റെയും 3ന്റെ ഇടയിൽ രണ്ട് റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു, നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ ഈ രണ്ടെണ്ണമേ ഉള്ളൂ എന്നല്ല, കൺക്ലൂഷൻ എന്താ? ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് ഉണ്ട് ബിറ്റ്വീൻ എനി ടു റാഷണൽ നമ്പേഴ്സ്. നെക്സ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇർറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഇർറാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽ നമ്പേഴ്സിന്റെ ഫോമിൽ p/q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് എന്ത്? ഇർറാഷണൽ നമ്പേഴ്സ്. A number s is called irrational if it cannot be written in the form p/q. നമുക്കറിയാം p/q എന്ന് പറഞ്ഞാൽ p യും q യും ഇന്റിജേഴ്സ് ആണ്, q not equal to 0. ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇർറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ √3, √7, √15, പൈ, 0.10, 110, 1110, 11110 and it goes on. അതായത് ഇതേപോലെ ഇപ്പോൾ √3 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ p/q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം, ഇറ്റ് ഗോസ് ഓൺ. ഓക്കെ, അപ്പോൾ അതിന് ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള വാല്യൂ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ ഇർറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി നമ്മളിവിടെ യൂസ് ചെയ്ത സിമ്പിൾ, ഇത് സ്ക്വയർ റൂട്ട് ആണ്, ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സിമ്പിളിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് പോസിറ്റീവ് ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ അല്ലേ, അതിന്റെ വാല്യൂ നമ്മൾ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഇതേപോലെ 16 നോക്കാം. നമുക്കറിയാം 4 സ്ക്വയർ ആണ് 16 അല്ലേ. സോ ശരിക്കും പറഞ്ഞാൽ നോർമലി നമ്മൾ സ്ക്വയർ റൂട്ടിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി +or-4. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ? പോസിറ്റീവ് വാല്യൂ മാത്രമാണ്, അത് മാത്രം ശ്രദ്ധിക്കുക. ക്ലിയർ ആയല്ലോ. സോ സ്ക്വയർ റൂട്ട് 16 കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത് 4 ആണ്. ഓക്കെ, നെഗറ്റീവ് കോൺസെപ്റ്റ് നമ്മളിവിടെ എടുക്കുന്നില്ല. നെക്സ്റ്റ് നമ്പർ ലൈൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇനി നമ്പേഴ്സിനെ നമുക്ക് ഇവിടെ ഒരു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അല്ലേ. സോ അതിൻ്റെ ഒരു ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് മിഡിൽ പോയിന്റ് നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. റൈറ്റ് സൈഡിൽ പോസിറ്റീവ് വാല്യൂസും ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് വാല്യൂസും. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റാഷണൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ് ഇതെല്ലാം ഇൻക്ലൂസീവ് ആണ്. അപ്പോൾ 0 ഇവിടെ ഫ്രാക്ഷൻസും കാണിച്ചിട്ടുണ്ട്, അല്ലാതെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സും കാണിച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആണ് നമ്മൾ ഒരു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. അതായത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ഇപ്പൊ നമുക്കൊരു വാല്യൂ, അതായത് നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു നമ്പറിന്, അതായത് ഒരു റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ, അതിനെ നമുക്ക് എങ്ങനെയാണ് ഒരു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുക, അത് നമുക്ക് നോക്കാം. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് സ്ക്വയർ റൂട്ട് 2 ആണ്. അപ്പൊ നമുക്കത് നമ്പർ ലൈനിൽ ലൊക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, so first of all consider a square OABC with each side 1 unit in length. ഇവിടെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. OABC ഇതൊരു സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൈഡ്സ് എന്താണ്? യൂണിറ്റ് ലെങ്ത് ആണ്. സോ ഓൾ സൈഡ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് ലെങ്ത് ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ അതായത് സ്റ്റാർട്ടിങ് ഫ്രം O to B ഒരു ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ OBയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പൈതഗോറസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്തായാലും ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും അല്ലെ. ഇപ്പൊ സ്ക്വയർ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ട്രയാംഗിൾ എന്തായാലും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും. സോ നമുക്ക് ഇവിടെ ലോങ്ങസ്റ്റ് സൈഡ് കണ്ടുപിടിക്കാൻ, അതായത് OB കണ്ടുപിടിക്കാൻ ഫോർമുല എന്താ? പൈതഗോറസ് തിയറം വെച്ചിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് ബാക്കി രണ്ട് സൈഡ്സിന്റെ സ്ക്വയർ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 1 square plus 1 square അല്ലെ. അപ്പൊ റൂട്ട് ഓഫ് 1 plus 1 ദാറ്റ് ഈസ് √2. അപ്പൊ അങ്ങനെയാണ് നമുക്ക് √2 എന്ന് പറയുന്ന വാല്യൂ OB ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെന്റർ O ആയിട്ട് കൺസിഡർ ചെയ്യാം, റേഡിയസ് OB ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഡയഗ്രാം ഒന്നുകൂടി ശ്രദ്ധിക്കാം.
അതായത് O എന്ന് പറയുന്നത് സെന്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് റേഡിയസ് എടുക്കേണ്ടത് OB. ഇപ്പൊ നമുക്ക് OB കിട്ടിയത് വാല്യൂ എന്താണ്? √2 ആണ്. ഇത് ശ്രദ്ധിക്കണം. സെന്റർ Oയും OB √2 റേഡിയസ് ആയിട്ടും നമ്മൾ ഇതുപോലെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ശരിക്കും നിങ്ങൾ ഒരു പ്രൊട്രാക്ടർ വെച്ചിട്ട് വരയ്ക്കുകയാണ്, കോമ്പസ് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ശരിക്കും അതിന്റെ ഒരു ആർക്ക് ഫോം ചെയ്യാൻ പറ്റും അല്ലെ. കറക്റ്റ് എക്സാക്ട്ലി കേട്ടോ. അതായത് ഈ O എന്ന് പറയുന്നത് സെന്റർ ആയിട്ട് കൺസിഡർ ചെയ്യണം. OB എന്ന് പറയുന്നത് √2 വാല്യൂ, അതും നമ്മൾ റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്നിട്ട് നമ്മൾ കോമ്പസ് കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആർക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യണമേ എക്സാക്ട്ലി ഇതുപോലെ ചെയ്ത് നോക്കിയാൽ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും എക്സാക്ട്ലി വാല്യൂ. അപ്പോൾ ഇവിടെ ഒരു കോമ്പസ് യൂസ് ചെയ്തിട്ട് സെന്റർ O കൺസിഡർ ചെയ്യുക, റേഡിയസ് OB എടുക്കുക. ഡ്രോ ആൻ ആർക്ക് ഇന്റർസെക്റ്റിംഗ് ദ നമ്പർ ലൈൻ അറ്റ് ദ പോയിന്റ് P. ഈ ഒരു നമ്പർ ലൈൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് സെന്റർ വാല്യൂ 0 മെൻഷൻ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ഇതേപോലെ ഈ സ്ക്വയർ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞു യൂണിറ്റ് ലെങ്ത് ആണ് അല്ലെ. സോ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. O മുതൽ A വരെ 1 ആണ്. അത് ഓൾറെഡി ഈ ഫിഗറിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ബാക്കി എല്ലാം സൈഡ്സും എന്താ ഇവിടെ 1 ആണ്, 1 ആണ്, 1 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നത്, അതായത് ഈ OB നമ്മൾ റേഡിയസ് ആയി എടുത്തിട്ട് ശരിക്കും വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡാഷ് ലൈൻ വരച്ചിട്ടില്ലേ, അതാണ് നമുക്ക് കിട്ടുന്ന ആർക്ക്. ഇനി ആർക്ക് എവിടെ മീറ്റ് ചെയ്യണം? നമ്പർ ലൈനിൽ മീറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു പോയിന്റ് ആണ് ഇവിടെ P എന്ന് കാണിച്ചിട്ടുള്ളത്. ക്ലിയർ ആയാലും? സോ ആ എക്സാക്ട്ലി ആ പോയിന്റ് P, അതാണ് ഇറ്റ് കറസ്പോണ്ട്സ് ടു √2. ക്ലിയർ ആയല്ലോ? അപ്പോൾ √2 എന്ന് പറയുന്നത് നമ്പർ ലൈനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഇതേപോലെ O സെന്റർ എടുക്കുക, OB റേഡിയസ് എടുക്കുക, ഒരു ആർക്ക് വരയ്ക്കുക, നമ്പർ ലൈനിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, അതാണ് √2നെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ്. ഇപ്പൊ ഇതേപോലെ ഇനി ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വി ക്യാൻ ലൊക്കേറ്റ് √n ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n. അതായത് ഇപ്പോൾ n എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് √n എന്ന് പറയുന്നത് നമുക്ക് ഏത്, അതായത് √n ഏത് വാല്യൂ ആണെങ്കിലും നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇഫ് അതായത് √n-1 ഹാസ് ബീൻ ലൊക്കേറ്റഡ്. ഇപ്പൊ സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ √4 കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ √4 - 1 എന്ന് പറയുന്നത് √3 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ആദ്യം √3 നമ്മൾ ലൊക്കേറ്റ് ചെയ്യാം, അത് കഴിഞ്ഞാൽ നമുക്ക് √4 ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ജനറൽ ഫോമിലാണ് പറഞ്ഞത്. √n-1 ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ബേസ് ചെയ്തിട്ട് √n ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സോൾവ് പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.